ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂണിലാണ്. എയർപോർട്ടിൻ്റെ കാഴ്ചകൾ കാണിക്കാം. ഇതാണ് ജോളി ഗ്രാൻഡ് എയർപോർട്ട്. എയർപോർട്ടിൻ്റെ കയറി വരുന്ന ഭാഗമാണ്. വരുന്നിടത്ത് തന്നെ വിസ്താരയുടെ സ്കാനിങ് മെഷീന്, അതിനപ്പുറത്ത് ഇൻഡിഗോയുടെ സ്കാനിങ് മെഷീൻ. ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് മേളി വന്നാണ്. വളരെ വിശാലമായ സൗകര്യമുണ്ട്. ഞാനിപ്പോൾ ലോഞ്ച് തപ്പുകയാണ്. ലോഞ്ചിലേക്ക് പോകാൻ വേണ്ടി ലോഞ്ച് തപ്പുകയാണ്. ലോഞ്ചിലേക്ക് പോവാണ്. നോക്കട്ടെ എൻ്റെ കാർഡൊക്കെ ആക്സസ് ആകുമെന്ന് ട്രൈ ചെയ്യാം. ബേഡ് ലോഞ്ച്. പിന്നെ ലോഞ്ചിൽ കയറി ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. ജലദോഷം കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ലോഞ്ചിൽ നിന്ന് പുറത്തു വന്നു. ലോഞ്ചിൽ ഭയങ്കര ആൾക്കാർ. ഒരു വിസ്താര ഫ്ലൈറ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഡൽഹിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് വരുവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതിലിപ്പോൾ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എന്നെ കാണാൻ വേണ്ടി വന്ന എൻ്റെ ഒരു ഹാം ഫ്രണ്ടാണ് VU2 ഓസ്കാർ റോമിയോ. പാലക്കാട് എന്നുള്ളതാണ്. ഇവിടെ ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജോസ്കാർ നമ്പർ അയച്ചു തന്നിരുന്നു. അതുകൂടാതെ പുള്ളി എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടിയൊരു ഫ്രണ്ടാണ് രാജേഷ്, VU2 ഓസ്കാർ റോമിയോ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്രയും വലുതല്ലായിരുന്നു എയർപോർട്ട്. ഇപ്പോൾ എയർപോർട്ട് റിന്യൂവേഷൻ കഴിഞ്ഞിട്ട് ഫുൾ ഇതിലായിട്ടില്ല. പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ആവുന്നേ ഉള്ളൂ. നല്ല സൗകര്യമുണ്ട് ഇപ്പോൾ. അങ്ങനെ എനിക്ക് പോകാനുള്ള ഇൻഡിഗോ വന്നിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ലക്നൗവിനാണ് പോകുന്നത്. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, ലക്നൗവിനാണ് പോകുന്നത്. ലക്നൗവിൽ നിന്നും പിന്നീട് ഞാൻ വാരണാസിക്ക് പോകും. അപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യുകയാണ്. ഇപ്പം എയറോ ബ്രിഡ്ജ് ഫ്ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിയെ നീങ്ങിയത് കണക്റ്റ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കും. അത് കഴിഞ്ഞ് ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എയറോ ബ്രിഡ്ജ് ഒന്നും ഇല്ലായിരുന്നു. ഈ റിനോവേഷൻ കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ഈ എയർപോർട്ടിൽ 3 എയറോ ബ്രിഡ്ജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3 ഫ്ലൈറ്റ് അറ്റ് എ ടൈമിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാനും കയറാനുള്ള സംവിധാനമുണ്ട്. മറ്റേ നേരത്തെ നമ്മൾ സാധാരണ താഴത്തൂടെ പോയി കയറിയായിരുന്നു. ഇതിപ്പോൾ റിന്യൂവേഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാം റെഡിയാക്കിയതാണ്. എയറോ ബ്രിഡ്ജ് ഇതിപ്പോൾ ഞാനത് എയറോ ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു. ഇന്ത്യൻ കമ്പനി മാനുഫാക്ചർ ചെയ്തേക്കുന്ന ഒരു എയറോ ബ്രിഡ്ജ് തന്നെയാണിത്. ഞാനത് വിചാരിച്ചു വിദേശ കമ്പനി വല്ലതും ആയിരിക്കുന്നു. പക്ഷേ അതൊരു ഇന്ത്യൻ കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ എൻ്റെ എയറോ ബ്രിഡ്ജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടായിരുന്നു. ഹരിദ്വാർ, ഋഷികേശ്, മസൂരി, അങ്ങനെ മെയിൻ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഉള്ള നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഡെറാഡൂൺ എയർപോർട്ടാണ്. മസൂരി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള IAS ട്രെയിനിങ് നടക്കുന്ന അക്കാഡമിക്കുള്ള സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. ഡെറാഡൂണിന് അടുത്ത് തന്നെയാണ്. അപ്പം അവിടേക്ക് വരുന്ന ആൾക്കാർക്ക് ഉള്ള എയർപോർട്ട് ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ എയറോ ബ്രിഡ്ജിലോട്ട് പോവാണ്. ഞാനങ്ങനെ കയറുകയാണ്. അങ്ങനെ ഞാൻ ബോർഡ് ചെയ്തു, സീറ്റിലിരുന്നു. ഫ്ലൈറ്റ് അങ്ങനെ പുറപ്പെട്ടു. 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ കുറേ ഉള്ളൂ ഇവിടുന്ന് യാത്രാ ടൈം ലക്നൗ വരെ. ഡെറാഡൂണിൻ്റെ ആകാശക്കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം ഫ്ലൈറ്റ് അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡെറാഡൂണിൻ്റെ ആകാശക്കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തവർ താങ്ക് യു. ബൈ.